கண்ணெல்லாம் நீயாகும் கொள்ளை மதினி காலமே போனாலும் பிள்ளை மொழி நீ சிமிட்டும் கண்ண பார்க்க கொடுத்து வச்சனாஹோ எனக்கு தந்த வாழ்க்கை உனக்கு மட்டும்தாஹோ துணையின்னு நான் சொல்லி கூட இருப்பேன் நெசத்துல ஏன் துணை நீ தாண்டி അഴക് പൂതാണ്ടി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നീണ്ട 10 വർഷങ്ങൾക്കൊടുവിൽ ഞങ്ങൾ പോലും അറിയാതെ നീ എന്റെ ലൈഫിൽ ജന്മം കൊണ്ടു. അച്ഛാ, ഈ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമില്ല. സത്യം പറഞ്ഞു, നിങ്ങൾ അറിയാതെ ഇത് സംഭവിക്കില്ല. ചെറുക്ക, എന്റെ മേടിക്കണമെങ്കിൽ പോയേ. അങ്ങനെ 10 മാസം കഴിഞ്ഞപ്പോ ദേവവും വന്നു. അല്ല, അപ്പൊ സീതാന്റെയും കൃഷ്ണാങ്കളും അവര് രണ്ടുപേരും കല്യാണം കഴിച്ച് 2 മക്കളും ഉണ്ട്. അവരെ കാണാനാണ് ഞങ്ങളന്ന് പോയത്. ഓ, പിന്നെ മുത്തശ്ശനോ? അന്നേരിപ്പോഴും ജീവനോടുണ്ടോ എന്തോ. ഇല്ലടി, ഞാൻ കണ്ടില്ല. നമുക്ക് മിസ്സിന്റെ വീട്ടിൽ പോയാലോ? ഞാനില്ല, അന്ന് കണ്ടല്ല എന്റെ പപ്പ വന്നത്. വീട്ടിലെത്തുന്ന വരെ ചോദ്യങ്ങളായിരുന്നു. എന്തിനു പോയി, എവിടെ പോയി, ആരെ കാണാൻ പോയി എന്നൊക്കെ. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. പ്ലീസ്, നമുക്ക് പോവാം. സാറ്റർഡേ പോവാം. അത് പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ വരാം. പക്ഷേ ഒരു പക്ഷേയില്ല, നമ്മൾ സാറ്റർഡേ പോകുന്നു. ഞാൻ വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് രാധിക മിസ്സിന്റെ വീട് അറിയാമോ? പിന്നെ എനിക്കറിയാതെ പിന്നെ എന്തിനാ മോളെ ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന? കുഴപ്പമാവോ? നീ പേടിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. അത് തന്നെയാ കുഴപ്പം. ഹലോ ദേവ, നീ എവിടെയാ? ഞാൻ ഓഫീസിലുണ്ട്. നിന്റെ അനിയത്തി ദാ ഇവിടെ പാർക്കിൽ ഇരിപ്പുണ്ട്. കൂടെ ഒരു പയ്യനും ഉണ്ട്. ദേവുവോ? അവള് സ്കൂളിലാണല്ലോ. അല്ല, അവൾ ദാ പാർക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. അതാ ഞാൻ നിന്നെ വിളിച്ചത്. ഈ ദേവുവിനെ തന്നെയാണോ കണ്ടത്? അതേടാ, ദേവുവിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നേ. അവളെ കണ്ട എനിക്കറിയില്ലേ. ശരി, നീ അവരുടെ ഒരു ഫോട്ടോ എടുത്തയക്ക്. ദേവു, നീ ഇന്ന് എവിടെ പോയതാ? അവള് റോസിയുടെ കൂടെ സ്കൂളിൽ പോയതാ. എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ദേവു, നിന്നോടാ ഞാൻ ചോദിച്ചത്. നീ എവിടെ പോയതാ? ഏട്ടാ, അത് ദേവാ, എന്തിനാ നീ അവളെ അടിച്ചത്? എല്ലാവരും കൂടി അവളെ അങ്ങ് വളർത്തി വഷളാക്കി. അതേ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഇന്ന് വരെ ഇവിടെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഇവളെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അതിന് അവളെ അടിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? റോസീനെ ഞാൻ വിളിച്ചിരുന്നു. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന്. മതി, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എനിക്കിങ്ങനൊരു അനിയത്തി ഇല്ല.
അതെ അമ്മേ, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ. ഇവളെ കുറിച്ച് അവൻ എങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തിരിച്ചു പറയാൻ മറുപടിയില്ലായിരുന്നു. അത്രയ്ക്ക് മോശമായിട്ടാ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. മതി അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഡോക്ടർ, എന്റെ മൂക്കിപ്പ് എങ്ങനെയുണ്ട്? വിഷമിക്കാതെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ആരിരോ ആരാരിരോ ഇത് തന്തയിൻ താലാട്ട്. ഭൂമിയെ പുതിതാനതെ ഇവൾ മഴലയിൻ മൊഴി കേട്ട്. ഓ തായാക തന്തൈ മാറും പുതു കാവ്യം. ഓ ഇവൻ വരந்த കെരുക്കലിൽ ഇവളോ ഉയിരോവിയം. இரு உயிர் ஒன்று சேர்ந்து இங்கு ஓர் உயிராகுதே. கருவறை இல்லை என்ற போதும் சுமந்திட தோணுதே. விழி റോസി, നീ പഠിച്ചോ? എന്ത് പഠിച്ചെന്ന്? ഇന്ന് രമ്യ മിക്സിന്റെ ടെസ്റ്റ് പേപ്പറാണ്. അയ്യോ, രമ്യ മിക്സിന്റെയോ? അതെ, ഞാനും ഒന്നും പഠിച്ചില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് പരിഗണിക്കാം. റോസി, നിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു. നിന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാന്ന്. നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി മിസ്. റോസി, നീ പോവാണോ? മുത്തശ്ശി നാട്ടിലാ, അപ്പോ തിരിച്ചു വരാനും വൈകും. ബോറടിക്കുക, പുറത്തോട്ട് പോയാലോ? ഹായ്, താൻ എവിടെയാണോ പഠിക്കുന്നത്? രാവിലേട്ടനോ? എന്താ ഇവിടെ? പ്രത്യേകിച്ചൊന്നുമില്ല, ഫുട്ബോളിന്റെ പ്രാക്ടീസ് കിടക്കുക. അങ്ങോട്ടേക്ക് പോവാ. തന്റെ വാലി പോലെ ഒരാൾ കാണുമല്ലോ, ഇന്ന് കണ്ടില്ല. റോസിയാണോ? അവള് നാട്ടിലേക്ക് പോയി, മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പോ ഒറ്റക്കേ ഉള്ളൂ. ഇപ്പൊ തനിക്ക് ബ്രേക്കാണോ? ലഞ്ച് ബ്രേക്ക്. അപ്പോ ബെല്ലടിക്കാൻ ഇനിയും സമയമില്ലേ? അതുവരെ നമുക്ക് പാർക്കിൽ പോയിരിക്കാം. അയ്യോ വേണ്ട, ആരെയും പുറത്തേക്ക് ഇറക്കി വിടില്ല. അപ്പോ ഇപ്പൊ താൻ ഇറങ്ങിയതോ? അത് ഈ സമയം മതി, ബെല്ലടിക്കുന്നതിന് മുന്നേ വരാം. പോകാം. നമ്മളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വെറുതെ, കുറെ നാളാവില്ലേ തന്നെ കണ്ടിട്ട്. മോളെ ഡേവ്, അടുത്ത ആഴ്ച മുതൽ എക്സാം തുടങ്ങുക. റോസി വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കറിയാം മോളുടെ അവസ്ഥ. പക്ഷേ അച്ഛനെ ഒന്നും വിഷമിക്കണ്ട, ഞാൻ എക്സാം എഴുതുന്നുണ്ട്. ഈ സമയമാകുമ്പോ വരേണ്ടതാണല്ലോ. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കഷ്ടമുണ്ട് രാധികെ, ആ പാവം എന്ന് നിന്നെ കാണാൻ വരും. അയാളെ നിനക്ക് ഇഷ്ടമല്ലേ? പിന്നെന്താ തുറന്നു പറഞ്ഞ? അതിന് സമയമായിട്ടില്ല മോളെ.
കണ്ണാടി ചേലോ നീ ഉള്ളിൽ സൂചിമുള്ളാലേ ഉള്ളിൻ കോർത്ത കണ്ണാലേ നിന്നിൽ കണ്ണു വച്ച് രാധിക, നിന്നെ കണ്ട നേരത്ത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ഐ റിയലി ലവ് യു. വിധുമുഖിയേ മധുമതിയേ ചിരി പകരും ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത് വാനവില്ലിനെഴുവർണ്ണമെന്നത് നീ വരുമ്പോഴൊന്നു കൂടിയുന്നത് കഞ്ചവണമഞ്ചും നിന്റെ മുന്നില് പുഞ്ചിരിച്ച് നിൽക്കും തമ്മിൽ തമ്മില് കണ്ടേ ഞാൻ ഈ കണ്ണിൻ മറുക് കണ്ണേ നീ എന്നുള്ളിൽ കൂറുക് താരങ്ങൾ മീനുങ്ങും കവിള് മോഹത്താൽ ചിരിക്കുമിവള് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത് ഏട്ടാ ഫോണൊന്ന് തരുമോ? ട്യൂഷന് വിളിക്കാനാ. അവിടെ ഇരിപ്പുണ്ട്. ലോക്ക് പറയേ. രാധു. അയ്യോ ദേവു, എന്താണ് പറ്റിയത്?